വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ബ്രെഡും മുട്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളിയുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. മാത്രമല്ല എത്ര കഴിച്ചാലും മതി വരാതെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അപ്പം നല്ല ചൂട് ചായയുടെയും സോസിന്റെയും ഒക്കെ കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ദാ ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും കൂടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 2 സവാള ഇതുപോലെ നീളത്തിൽ തീരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം തന്നെ ഒന്നുകൂടി ചൂട് കയറി പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാവേ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ശരിക്കും ഒന്നുകൂടെ വഴന്ന് വരണം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാടി വന്നോളൂ കേട്ടോ. അടുത്ത ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വാടി വന്നിട്ടുണ്ട് സവാളയൊക്കെ. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതുപോലെ തക്കാളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലോണം തന്നെ ഒന്നുകൂടെ വാടിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഒരുപാട് എരിവുള്ളതല്ല, എരിവൊന്ന് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ മേടിച്ചതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ഈ പൊടികളും അതേപോലെ തന്നെ സവാളയും തക്കാളിയും എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടത് പൊടികളിലേക്കാണെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതോടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് എടുക്കുമ്പോൾ തീരെ ചെറിയ ബ്രെഡ് എടുക്കരുത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ബ്രെഡ് വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ഒന്ന് 2ആയിട്ട് മടക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എടുത്തിരിക്കുന്ന ബ്രെഡ് മുഴുവൻ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത സൈഡ് ഉണ്ടല്ലോ, അത് മിക്സർ ജാറിൽ നല്ലോണം തന്നെ ഒന്നുകൊണ്ട് പൊടിച്ചെടുക്കുകയും കൂടി വേണം കേട്ടോ. ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നമ്മൾ ബ്രെഡ് 2 വശം പതുക്കെ ഒന്നുകൂടെ മുക്കിയതിന് ശേഷം അപ്പം തന്നെ എടുത്ത് കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് വെള്ളമൊക്കെ ശരിക്കും ഒന്നുകൂടെ കളയുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ബ്രെഡ് ഒരുപാട് നേരം വെള്ളത്തിൽ മുക്കി വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അപ്പം തന്നെ എടുത്ത് നല്ലോണം തന്നെ പ്രസ് ചെയ്ത് കളയുക വെള്ളം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് ബ്രെഡിന്റെ ഒരു സൈഡിലായിട്ട് വെക്കുക കേട്ടോ. നേരെ നടുക്ക് വെക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ മസാലയുടെ മേളിലേക്കാണ് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നത്. മുട്ട 2ആയിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ 4ആയിട്ടോ കട്ട് ചെയ്ത് വെക്കാം. അത് നമ്മുടെ ബ്രെഡിന്റെ വലിപ്പത്തിനനുസരിച്ചിരിക്കും മുട്ട 2ആയിട്ടാണോ 4ആയിട്ടാണോ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കണ്ടോ, ഞാനിപ്പോൾ എന്താണെങ്കിലും 4ആയിട്ട് കട്ട് ചെയ്ത് അതിന്റെ ഒരു പീസ് എടുത്ത് മസാലയുടെ മേളിലേക്ക് വെച്ച് ഇതേപോലെ മടക്കി നല്ലോണം തന്നെ സൈഡൊക്കെ ഒന്നും കൂടി പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിന്റെ സൈഡ് ഉണ്ടല്ലോ, അതിലേക്ക് വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടി കോട്ട് ചെയ്തും കൂടി എടുക്കുക കേട്ടോ. നനഞ്ഞ് ബ്രെഡ് ആയതുകൊണ്ട് പതുക്കെ ഒന്നും കൂടി സൂക്ഷിച്ച് മാത്രം ചെയ്താൽ മതി. കണ്ടതായി ഇതുപോലെ ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിക്കുമ്പോൾ നല്ലോണം തന്നെ പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടെ മടക്കി എടുത്താൽ മാത്രം മതി. അടുത്ത ബ്രെഡും നനച്ച് നല്ലോണം തന്നെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മസാലയും അതിന്റെ മേളിലേക്ക് മുട്ടയും കൂടി വെച്ച് 2ആയിട്ടും മടക്കി നമുക്ക് നേരെ കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ മസാല ഒന്നും കൂടെ വഴറ്റിയെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രെഡ് ഒന്നും കൂടെ നനച്ചെടുക്കുമ്പോൾ കുതിർന്നു വരുന്ന ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കോട്ട് ചെയ്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് നമുക്ക് ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു 7 ബ്രെഡ് ഉപയോഗിച്ചിട്ടാട്ടോ ഇവിടെ സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത്. എല്ലാം നന്നായിട്ട് തന്നെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഒന്നും കൂടെ ഫ്രൈ ചെയ്തും കൂടി എടുത്താൽ മാത്രം മതി. ഓയിലൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ പുറംഭാഗമൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് നോക്കി നിൽക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് 2 വശം കളറൊക്കെ ഒന്ന് മാറി ശരിക്കും റെഡിയായി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുത്ത് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. ഒരു ടിഷ്യൂ പേപ്പറിലേക്കൊക്കെ മാറ്റി എണ്ണയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നല്ല ചൂട് ചായയുടെയും സോസിൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം. അങ്ങനെ 2 വശം കളറൊക്കെ ഒന്ന് മാറി നല്ലോണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളിലാണെന്നുണ്ടെങ്കിലും മസാലയും അതേപോലെ തന്നെ മുട്ടയും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി സ്നാക്സ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. ഒരു പ്ലേറ്റ് നിറയെ നല്ല ചൂട് സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുറം ഭാഗമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മസാലയും മുട്ടയും ഒക്കെ വന്നിട്ടുള്ള അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെ കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.